ബിഗ് ബോസ് മലയാളം സീസൺ 7 ഫിനാലെ വീക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. ഫിനാലെ വീക്കിന്റെ ഭാഗമായി തന്നെ ബിഗ് ബോസ് വീട്ടിൽ ബിഗ് ബോസ് മലയാളം സീസൺ 7 പങ്കെടുത്തു പോയ മത്സരാർത്ഥികൾ എല്ലാവരും തിരികെ എത്തുന്നുണ്ട്. 3 ദിവസങ്ങളിലായി പല ബാച്ചുകളിലായാണ് ഈ മത്സരാർത്ഥികൾ തിരികെ ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തുന്നത്. മുൻ സീസണുകളെ അപേക്ഷിച്ച് മത്സരാർത്ഥികൾ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ഈ ഒരു ആഴ്ച മുൻ സീസണുകളിൽ അത് ഒരു സന്തോഷത്തിന്റെ ദിനമായിരുന്നു, അല്ലെങ്കിൽ ഒരു റീയൂണിയന്റെ സമയമായിരുന്നെങ്കിൽ ഈ സീസണിൽ സംഗതികൾ കുറച്ച് വ്യത്യസ്തമാണ്. പല മത്സരാർത്ഥികളും അവർക്ക് ബിഗ് ബോസ് വീടിന് പുറത്തെത്തിയപ്പോൾ മനസ്സിലായ കാര്യങ്ങളും, അല്ലെങ്കിൽ ബിഗ് ബോസ് വീട്ടിൽ വെച്ചോ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷമോ അവർക്കിടയിലുണ്ടായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനോ അത് കൂടുതൽ ചോദ്യം ചെയ്ത് വഷളാക്കുന്നതിനോ ഒക്കെ തയ്യാറായി തന്നെയാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ സ്വയം വെളുപ്പിക്കാൻ വേണ്ടി കച്ചകെട്ടി ആവശ്യമായ കാര്യങ്ങളുമൊക്കെ പ്ലാൻ ചെയ്ത് തിരികെ കയറി വന്ന കുറേ മത്സരാർത്ഥികളുണ്ട്. എന്നാൽ സാധാരണഗതിയിൽ മറ്റു മത്സരാർത്ഥികളോട് ഒരു ഹായ് പറയാനും ഒപ്പം നിലവിൽ അവിടെ ഫിനാലെ വീക്കിലുള്ള മത്സരാർത്ഥികൾക്ക് ഒരു എൻകറേജ്മെന്റ് നൽകാനും ബെസ്റ്റ് വിഷസ് നൽകാനും ഒക്കെ എത്തുന്ന മത്സരാർത്ഥികളും ഇക്കൂട്ടത്തിലുണ്ട്. ഇതുകൂടാതെ ഒരു കൂട്ടം മത്സരാർത്ഥികൾ ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തുന്നത് ബിഗ് ബോസ് വീട്ടിൽ നിലവിലുള്ള അനുമോളെ ടാർഗറ്റ് ചെയ്യാനാണ് എന്ന ഒരു പ്രതീതി ശക്തമായി തന്നെയുണ്ട്. ബിഗ് ബോസ് വീട്ടിലേക്ക് മത്സരാർത്ഥികൾ തിരികെ വന്നു തുടങ്ങിയ ദിവസം മുതൽ അനുവിനും വല്ലാതെ സ്ട്രെസ് നൽകുന്ന സാഹചര്യങ്ങളും കാണുന്നുണ്ട്. പക്ഷേ ഇത് ബിഗ് ബോസ് വീട്ടിൽ അനുവിന് കൂടുതൽ സ്ട്രെസ് നൽകുന്നത്, അനുവിനെ കൂടുതൽ പ്രേക്ഷക പ്രീതി ഉണ്ടാക്കുന്നതിനും മറ്റു ചില മത്സരാർത്ഥികൾക്കെങ്കിലും വോട്ട് നഷ്ടപ്പെടുന്നതിനും കാരണമാകാനാണ് സാധ്യത. ഏതായാലും മുൻ സീസണുകളിലെ പോലെ അവസാന ആഴ്ച അത്ര ശാന്തമല്ല. വരും ദിവസങ്ങളിലും ബിഗ് ബോസ് വീട്ടിൽ മത്സരാർത്ഥികൾക്കിടയിൽ ശക്തമായ വഴക്കുകളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നതിന്റെ സൂചനകൾ തന്നെയാണുള്ളത്. അകത്തും പുറത്തുമുണ്ടായ നിരവധി പ്രശ്നങ്ങൾ അനാവശ്യമായി ബിഗ് ബോസ് വീട്ടിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുവന്നു എന്ന ഒരു പ്രതീതി തന്നെയാണ് ഇതിനെക്കുറിച്ചുള്ളത്. അവസാന ആഴ്ചയിൽ വളരെ പോസിറ്റീവായി ബിഗ് ബോസ് വീട്ടിൽ നിന്നും പിരിഞ്ഞു പോകേണ്ട പലരും അനാവശ്യമായി വിഷയങ്ങൾ ചർച്ച ചെയ്തും അനാവശ്യമായ കാര്യങ്ങൾ സംസാരിച്ചും വല്ലാതെ എക്സ്പോസ് ആകുന്നതും ഈ ആഴ്ച കണ്ട മറ്റൊരു കാര്യമാണ്. ഇത് ബിഗ് ബോസിലെ ഫിനാലെയിൽ വോട്ടിങ്ങിലുള്ള മത്സരാർത്ഥികളുടെ വോട്ടിംഗ് പാറ്റേണിനെ പോലും ഒരുപക്ഷെ സ്വാധീനിച്ചേക്കാം. ഏതായാലും ഈ വർഷം ബിഗ് ബോസ് വീട്ടിലേക്ക് തിരികെ എത്തിയ മത്സരാർത്ഥികളുടെ സമീപന രീതികളെക്കുറിച്ചും അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം എന്ത് എന്ന് കമന്റ് ചെയ്യൂ. അവർ ഈ കാണിക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കണമായിരുന്നോ, അതോ അവർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണോ ശരി എന്ന്